സ്വാഗതം ചെയ്യാം. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് വമ്പിച്ച ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ നോട്ടീസിൽ വിവരിച്ചിട്ടുണ്ട്. ഏറ്റവും ഞങ്ങൾ മർമ്മപ്രധാനമായി ഉന്നയിക്കുന്നത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാർക്ക് 2015 ശേഷം പെൻഷൻ റിവിഷൻ നടപ്പാക്കിയിട്ടില്ല. കേരളത്തിലെ എല്ലാ മേഖലയിലും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാരുടെ പെൻഷൻ ഇതുവരെ പരിഷ്കരിച്ചില്ല. സാധാരണ ജീവനക്കാർക്ക് ശമ്പളം പരിഷ്കരിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങൾക്ക് അനുവദിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതുണ്ടായില്ല. 2021 ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ പെൻഷൻ പരിഷ്കരിച്ചില്ല. അതിനുവേണ്ടി ഞങ്ങൾ തന്നെ 2021 സെക്രട്ടേറിയറ്റ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയപ്പോൾ അന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്ത് പോയിരിക്കണം, അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം പിൻവലിച്ചു. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. 2024 വീണ്ടും സെക്രട്ടേറിയറ്റിൽ 37 ദിവസം ഞങ്ങൾ സമരം നടത്തി. ഈ 37 ദിവസം സമരത്തിന്റെ സമാപനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് KSRTCയിലെ പെൻഷൻകാരുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടപടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ വൃദ്ധന്മാരായ പെൻഷൻകാർ സമരത്തിൽ പിന്മാറണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ സമരം താൽക്കാലികമായി മാറ്റിവെച്ചത്. വീണ്ടും ഞങ്ങൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായിട്ട് വീണ്ടും ഞങ്ങൾ സമരം നടത്തി. ആ സമരം നടത്തിയപ്പോൾ ലോക്കൽ ബോഡിയിലെ ഇലക്ഷന് മുമ്പായിട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ നടത്തിയത്. ഒന്നും നടപ്പാക്കിയില്ല. അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾ കോടതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനുവരി മാസം 5-ാം തീയതി കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തെ സംബന്ധിച്ച് ആവശ്യമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, എന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നം. ഞങ്ങൾക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ നിലനിൽക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങൾ വീണ്ടും ശക്തമായി ചെയ്യാൻ സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഗവൺമെന്റ് പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുന്നില്ല. അതോടൊപ്പം DA സംബന്ധിച്ചാലോചിച്ചു, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് അവർ DA പ്രഖ്യാപിച്ചു. 35% DA അവർക്ക് പ്രഖ്യാപിച്ചു ഈ 2019 ശേഷം. ഞങ്ങൾക്ക് 2019 മുമ്പുള്ള DA ഉണ്ട്, അത് 28% DA കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ഡിക്കാർക്ക് കിട്ടാനത് 86% DA കിട്ടാറ്, 1-2 86%. ഈ 30% 2019 ശേഷമുള്ളതാണ്. അത് ഞങ്ങൾ പ്രീ റിവൈസൽ സ്കെയിലിൽ ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് DA കിട്ടാണ്ട്. അത് ജീവനക്കാർക്ക് കൊടുത്ത DA പോലും ഞങ്ങൾക്ക് തരുന്നില്ല. ജീവനക്കാർക്ക് കൊടുത്ത DA പോലും ജീവനക്കാർക്ക് 1/7/2019 139% DA ലഭിച്ചാണ് ശമ്പളം പരിഷ്കരിച്ചത്. അതുപോലെ ട്രാൻസ്പോർട്ട് പെൻഷൻകാർക്ക് കൊടുക്കുന്നില്ല. നിലവിലുള്ള എഗ്രിമെന്റ് ഗവൺമെന്റ് വിധികളെല്ലാം ഉണ്ട്. ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതേ അളവിൽ പെൻഷൻകാർക്ക് കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. എഗ്രിമെന്റിലെല്ലാം ഗവൺമെന്റ് കാറ്റുപറത്തിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന. പിന്നെ സംബന്ധിച്ച ഫെസ്റ്റിവൽ അലവൻസിനെ സംബന്ധിച്ച് ഫെസ്റ്റിവൽ അലവൻസ് ആദ്യം വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ കോവിഡിന്റെ പേരിൽ മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചുകൊണ്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പെൻഷൻകാർക്ക് മാത്രം ഫെസ്റ്റിവൽ അലവൻസ് നിഷേധിക്കുക. ഇപ്പൊ ബംഗാളിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികൾക്ക്, കരാർ തൊഴിലാളികൾക്ക്, തൊഴിലുറപ്പുകാർക്ക്, അങ്ങനെ എല്ലാ സമസ്ത മേഖലയിലെ ആൾക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാർക്ക് മാത്രം ഫെസ്റ്റിവൽ അലവൻസ് നിഷേധിക്കുന്ന ഒരു കടുത്ത അനീതിയാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നത്. ഗവൺമെന്റ് പൈസ ഉണ്ട്, വേണമെങ്കിൽ കൊടുക്കാം. ഗവൺമെന്റ് കൊടുക്കുന്നില്ല, ഒരു പിടിവാശി പോലെ തോന്നിപ്പോവാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏറ്റവും പിന്നെ 2021 ശേഷം റിട്ടയർഡ് പെൻഷൻകാരുടെ പെൻഷൻ ഈ കോടതി വിധി എന്ന് പറഞ്ഞാൽ KSRTCയിൽ 2 വിധ പെൻഷൻ സമ്പ്രദായം. 2021 ശേഷം 2021 മുമ്പുള്ള കാലത്ത് 2 പെൻഷൻ സ്കീം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വെച്ചിരിക്കുന്നത്. അപ്പൊ 2001 ശേഷം റിട്ടയർഡ് ആൾക്കാരുടെ ഒരു മിനിമം പെൻഷൻ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് പെൻഷൻ കുറഞ്ഞുപോയി. അതൊരു പ്രശ്നം. അതുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതുകൊണ്ട് അവര് ഗ്രാറ്റുവിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാരെ സംബന്ധിച്ച് 2020 ശേഷം പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പരിഷ്കരണം അടിയന്തരം നടപ്പാക്കിയാലേ അവർക്ക് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അവർക്കിപ്പോൾ ആനുകൂല്യം കൊടുക്കുന്നില്ല. നമുക്കറിയാം, സാധാരണ ജീവനക്കാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 30, 35, 40 ലക്ഷം കിട്ടുമ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാർക്ക് 5 പൈസ പോലും കൊടുക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ KSRTCയിലെ പെൻഷൻ സംഘടന സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പ്രതിദിന വരുമാനത്തിൽ നിന്ന് 10% മാറ്റിവെച്ചൊരു ഫണ്ട് ഉണ്ടാക്കി അത് കൊടുക്കണമെന്നായിരുന്നു. ഈ കോവിഡ് കാലത്തിൽ ബസ്സൊന്നും ഓടാത്തത് കൊണ്ട് അങ്ങനെ ഫണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് ഇപ്പൊ ആക്റ്റീവ് അല്ല. വീണ്ടും നമ്മൾ സുപ്രീം കോടതി പോയപ്പോൾ 5% വെച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചത്. 5% എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്ന്, കോർപ്പറേഷന്റെ വരുമാനത്തിൽ നിന്ന് പിന്നെ ബാക്കിയെല്ലാ തുക മാറ്റിവെച്ച്, ലോണൊക്കെ മാറ്റിവെച്ച് ബാക്കി തുകയുടെ
അപ്പോൾ ഫണ്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുന്നത്. അപ്പൊ ഒട്ടേറെ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇത് പരിഹരിച്ചില്ല എങ്കിൽ വീണ്ടും മന്ത്രിമന്ദിരങ്ങളിലേക്ക് സമരം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം എക്സ്ഗ്രേഷ്യ പെൻഷൻകാരുണ്ട്. എക്സ്ഗ്രേഷ്യ പെൻഷൻകാർക്ക് 1350 രൂപ കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇപ്പൊ 2000 രൂപ കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലെ എക്സ്ഗ്രേഷ്യ പെൻഷൻകാർക്ക് 1350 രൂപയാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പെൻഷൻ വേണ്ട. അവിടെ കുറെ ആൾക്ക് ഇപ്പൊ ചാലക്കുടിയും തൃശ്ശൂരിലെ കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളോട് ഞങ്ങൾക്ക് ഗവൺമെന്റ് ട്രാൻസ്പോർട്ടിന്റെ പെൻഷൻ വേണ്ട, ഞങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടില്ലോ. അത് കിട്ടിയാൽ റേഷൻ കാർഡിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. റേഷൻ കാർഡ് വെള്ളയാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിലോ. അതുകൊണ്ട് ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ പറയും ഞങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളതിൽ അത് ആക്റ്റീവായിട്ട് പത്രങ്ങളെല്ലാം വരാനുള്ള ശ്രമം നടത്തണം. ഞങ്ങളുടെ കാര്യം നിങ്ങൾ അറിയാം. ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഒരു വിഭാഗം ജനങ്ങളെ പെൻഷൻകാരെ മാത്രം അവഹേളിക്കുന്ന അപഹാസ്യമാക്കുന്ന രീതിയിൽ ഒരു സമീപനം കൊണ്ടുവന്ന് ഒരു ഗവൺമെന്റ് ഭൂഷണമല്ല എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിലെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ പത്ര സുഹൃത്തുക്കളെയും പെൻഷൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഉന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളിലും ചാനലിലും വരാനുള്ള സമീപനം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാനിത് എന്റെ പേര് അച്യുതൻ എന്നാണ്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. VV അച്യുതൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇനി ഞങ്ങള് സംസ്ഥാന ജില്ലാ സെക്രട്ടറി സതീഷ് കുമാർ 2 വാക്ക് പറയും. ബഹുമാനപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ KSRTC എന്ന് പറയുന്ന സ്ഥാപനം 1965 ഉണ്ടാകുന്നത് വരെ ഇത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നവരും അവരുടെ ഫാമിലി പെൻഷൻകാരും ഇപ്പോഴും ഇതിൽ പെൻഷൻ വാങ്ങി വരുന്നവരാണ്. അന്ന് ഇത് കോർപ്പറേഷൻ ആകുമ്പോഴുള്ള നിയമം അനുസരിച്ച് അവർക്ക് സർക്കാരിന്റെ പെൻഷൻ കൊടുക്കേണ്ടതാണ്. അതായത് സംസ്ഥാന സർക്കാർ പെൻഷൻ അംഗീകരിക്കപ്പെട്ടവരാണ്. 65 ശേഷമുള്ളവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ 84 ഇതിൽ പെൻഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെൻഷൻകാരടക്കമുള്ളവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ച KSRTCയിൽ തൊഴിലെടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് 9 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് കിട്ടുന്ന പെൻഷൻ 1350 രൂപയാണ്. ഇത് വലിയ വിവേചനമാണ്. കാരണം ഈ നാട്ടിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ള രീതിയിൽ സർക്കാർ കൊടുക്കുന്ന മിനിമം പെൻഷൻ 2000 രൂപ നിലനിൽക്കുമ്പോൾ ഇവർക്കൊരു 1350 രൂപ എന്നുള്ളത് വളരെ വിവേചനപരമായ ഒരു കാര്യമാണ്. അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച മുൻ സർക്കാർ ഇതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നപ്പോൾ അവർക്ക് കിട്ടേണ്ടവരായിരുന്നവർക്ക് ഇപ്പൊ 4500 രൂപയാണ് ഇതിലെ മിനിമം പെൻഷൻ. സംസ്ഥാന സർക്കാരിൽ അത് 11500 രൂപയാണ്. അതുപോലെ തന്നെ DA ഇനത്തിൽ DA ഇവിടെ പറഞ്ഞല്ലോ 86% DAയുടെ കുറവാണ് വരുന്നത്. ഇതിൽ ഈ സർക്കാർ വന്നതിന് 2016 മുതൽ ഇതുവരെ 1% DA പോലും ഈ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനവുമാണ്. 2016 ഈ സർക്കാർ തന്നെ പറഞ്ഞത് ഈ കോർപ്പറേഷന്റെ കടം 3000 കോടി രൂപയായിരുന്നു എന്നാണ്. ആ 3000 കോടി രൂപയ്ക്ക് വേണ്ടി ഒരു കൺസോർഷ്യം രൂപീകരിക്കുകയും എല്ലാ മാസവും കളക്ഷനിൽ നിന്ന് എല്ലാ ദിവസവും 1 കോടി രൂപ വെച്ച് കളക്ഷനിൽ നിന്നും ലോണിലേക്ക് അടയ്ക്കുകയും എന്ന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. അതനുസരിച്ച് കടം അടച്ചു പോവുകയാണ്. ഈ കടം മുഴുവൻ എടുത്തത് നിരവധി തരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയാനാണ്. ഇതൊന്നും ഇതിലെ തൊഴിലാളികളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യവുമില്ല. കോർപ്പറേഷന്റെ പണമെടുത്ത് കളക്ഷനും വരുന്ന പണമെടുത്ത് എന്ത് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു അന്വേഷണമോ ഒരു മുൻവിധിയോ ഇല്ലാതെ ചെലവാക്കുകയും എന്നിട്ട് 3000 കോടി രൂപയുടെ കടം എല്ലാ ദിവസവും കളക്ഷനിൽ നിന്ന് 1 കോടി എടുത്ത അടച്ചു തീരുമെന്നും പറഞ്ഞത് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നു 17000 കോടി രൂപ കടമാണെന്നാണ് പറയുന്നത്. ഈ കടം എവിടുന്ന് വന്നു? ഈ കോർപ്പറേഷന്റെ അക്കൗണ്ടുകൾ ആര് പരിശോധിക്കുന്നു? കൃത്യമായ ഒരു അക്കൗണ്ടിങ് സംവിധാനമോ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പരിശോധനയോ പോലും ഇതിനകത്ത് കൃത്യമായി നടക്കുന്നില്ല. അപ്പൊ ഈ കോർപ്പറേഷന്റെ ഈ ധനവിനിയോഗത്തെ സംബന്ധിച്ച ഒരു ധവളപത്രം പോലും പുറത്തിറക്കേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്.
എപ്പോഴും കടത്തിന്റെ കണക്ക് കാണിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഇറങ്ങിയ ജിയോ ഉത്തരവിലും പറയുന്നുണ്ട് ഇതില് KSRTC, ഇലക്ട്രിസിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഇതില് ഈ DA എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സർക്കാർ ധനകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. ഇത് രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഒന്നുമില്ല. പെൻഷനേഴ്സിന്റെ സംഘടനകൾക്ക് രാഷ്ട്രീയമില്ല. അതില് സംഘടന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവര് ഇതിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഏതാണ്ട് 28,000-ഓളം മെമ്പർമാരുള്ള സംഘടനയാണ് ഈ ഓർഗനൈസേഷൻ. 42,000-ന് മുകളിലായി ഇപ്പോൾ, 43-ന്റെ അടുത്ത് വരും. യൂണിയനുകൾ ശക്തമാണ്. പക്ഷെ 1994-ന് ശേഷം ഒരു അവകാശ സമരവും KSRTC നടന്നിട്ടില്ല. 94-ന് ശേഷം. ചാലക്കുടിയിൽ വെച്ച തൃശൂർ KSRTC ബസ് സ്റ്റേഷൻ പൊളിച്ചിട്ടതുകൊണ്ട് ഈ തൃശൂർ ജില്ലാ ആസ്ഥാനത്തെ പരിപാടി മാത്രം ചാലക്കുടി ബസ് സ്റ്റേഷനിൽ വെച്ചാണ് നടത്തുന്നത്. തുളസി KSSPന്റെ വനിതാ നേതാവാണ്, തൃശൂർ ജില്ലാ കൺവീനറാണ്. തുളസി KSSPന്റെ വനിതാ ജില്ലാ കൺവീനറാണ്. 10:30 1 മണി വരെ. പ്രസിഡന്റ് പറഞ്ഞോളൂ. ഐ സതീഷ് കുമാർ ജില്ലാ പ്രസിഡന്റ്, TB രവി ജില്ലാ സെക്രട്ടറി, VV അച്യുതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, KE വാസു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. ജോണി എത്താൻ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, KSRTCയുടെ ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന അവസരത്തില് സർക്കാർ പറയുന്ന ന്യായം ഈ സ്ഥാപനം നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും അനുവദിച്ചു തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലും അവരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ തൊട്ടടുത്ത് വന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ആളുകൾക്ക് വരെ സൗജന്യമായിട്ടുള്ള യാത്ര അനുവദിക്കുന്ന സാഹചര്യം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് +2 വരെ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യം കൊടുത്തതെങ്കിൽ ഇപ്പൊ ഡിഗ്രി തലത്തിൽ വരെ വിദ്യാർത്ഥികൾക്ക് സൗജന്യം കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പെൻഷൻ സംഘടനയുടെ ആളുകളോ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, സർക്കാരിന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന് സബ്സിഡി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ സൗജന്യം കൊടുക്കുന്നുവെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലെ വനിതകൾക്ക് ഫ്രീ ആണ്. അപ്പൊ അവിടെ അതിനുവേണ്ടി സർക്കാർ തന്നെ ഫണ്ട് അതിനുവേണ്ടി അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പല MLA-മാരുടെ മണ്ഡലത്തിലും ഞാനിപ്പോ വരുമ്പോ പൂമല എന്ന് ബോർഡ് വെച്ചിട്ട് ഒരു ബസ് ഈ വടക്കേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ അത് ആ ഭാഗത്തുള്ള MLA ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബസ് പോകുന്നത്. ഇപ്പൊ ചാലക്കുടി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് സർവീസ് പോകും. ഏകദേശം അതിരപ്പള്ളി 30 കിലോമീറ്ററാണ് അതിരപ്പള്ളിക്കുള്ള ദൂരം. ഈ 30 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് കാര്യമായിട്ടാണ് 8 or 10 യാത്രക്കാരെ വെച്ചിട്ടാണ് ബാക്കി 70 കിലോമീറ്റർ 100 കിലോമീറ്റർ ഉണ്ട്. കോർപ്പറേഷൻ കണക്കനുസരിച്ച് 99, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. 99 എന്നാണ് 100 കിലോമീറ്ററിന് മേലെ ആ ബോർഡറിലേക്ക് ബോർഡറിൽ വരെ സർവീസ് നടത്തുന്നത്. 70 കിലോമീറ്റർ ഇത് ഹൈ റേഞ്ചാണ്. ഒരു ലിറ്ററിന് 2 പോലും കിട്ടില്ല, EPK-യും കിട്ടില്ല. ആ ഒരു സാഹചര്യത്തില് അവിടുത്തെ MLA ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകളെ നമ്മൾ അവിടേക്ക് കൊടുക്കുന്നത്. അത് സർക്കാർ പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 10-13 ഉന്നതികളുണ്ട്.
KSEBയുടെ പവർ സ്റ്റേഷനുകൾ രണ്ടും ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം സർക്കാർ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യക്കുറവില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം സർവീസ് നടത്തുമ്പോൾ ഈ നഷ്ടം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇപ്പൊ സുശീൽ ഖന്ന എന്നുപേരായിട്ടുള്ള ഒരു വ്യക്തിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറെ അധികം പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പൊ തൊഴിലാളി എല്ലാം സാർവത്രികമായിട്ട് അംഗീകരിച്ചേക്കുന്നതാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ KSRTC 12 മണിക്കൂർ ജോലി ചെയ്താലാണ് ഒരു ദിവസത്തെ ഒരു ഡ്യൂട്ടി, ഒരു ദിവസത്തെ അറ്റൻഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ അതിനിടയ്ക്ക് 1 മണിക്കൂർ അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നു. അപ്പോഴും 11 മണിക്കൂർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യണം. ഇത്തരം സാഹചര്യമാണ് ഇതിൽ നിലനിൽക്കുന്നത്. അപ്പോ ഇത് വളരെ അസംതൃപ്തിയാണ് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ചാലക്കുടിയിൽ ബസ് സ്റ്റേഷന്റെ ടെർമിനൽ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ പറഞ്ഞത് ലാഭത്തിൽ പ്രവർത്തിക്കുന്നു, പ്രവർത്തന ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം പറയാം. ചാലക്കുടിയിൽ ഏറ്റവും കുറഞ്ഞത് ഓഫീസ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് 14 ജീവനക്കാർ തന്നെ ഇതിന് വേണ്ടിയിട്ട് 3 പേരാണ് ഉള്ളത്. 3 പേര്. മന്ത്രി പറഞ്ഞത് ഇപ്പൊ അടുത്ത മാസം അത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജോലിഭാരം ഒന്നും ഉണ്ടാവില്ല. ഓപ്പറേറ്റിംഗ് വിഭാഗത്തില് ആവശ്യത്തിന് വേണ്ട ജീവനക്കാരില്ലാത്തതുകൊണ്ട് പല ഡിപ്പോകളിലും ബസ്സുകൾ ഐഡിയലായിട്ട് കിടക്കാം, സർവീസ് നടത്താൻ കഴിയാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ എംപ്ലോയ്മെന്റ് വഴി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാ? സർക്കാരും മാനേജ്മെന്റുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിൽ നിലനിന്ന് പോകുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആണ്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ഉള്ള ഒരു പെൻഷൻ കാർഡ് ഒരു മൊത്തം ഒരു സംഘടനയാണ്. റിട്ടയർ ചെയ്ത പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും ഉൾപ്പെടുന്ന